ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാമോളം അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം. മസാല പുരട്ടി കഴിഞ്ഞാൽ ചെമ്മീനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6-7 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു പകുതി ഫ്രൈ ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഫ്രൈ ആയിട്ട് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ അത്രയും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. 3 മീഡിയം സൈസുള്ള സവാള കനം കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെമ്മീൻ ഫ്രൈ ചെയ്ത സമയത്ത് വെളിച്ചെണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ കുറവായതുകൊണ്ടാണ് ഞാനിതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല സവാള തക്കാളിയിലേക്കൊക്കെ ഉള്ള ഉപ്പ് മാത്രം നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് അടച്ച് വെക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീരും 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. മസാലയിൽ ചെമ്മീനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിക്കണം. അങ്ങനെ ആകുമ്പോൾ ചെമ്മീൻ മസാലയിൽ കിടന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിയുന്ന രീതിയിൽ മസാലയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂണോളം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പശുവിൻ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായി വന്നാൽ ഇതുപോലെ ചെറിയ 2 കഷ്ണം പട്ട, 4 ഏലക്ക, ഒരു 5 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ബിരിയാണി റൈസ് നന്നായിട്ട് കഴുകി വെള്ളം എല്ലാം ഊറ്റിയെടുത്തതായിരുന്നു. അപ്പോൾ അത് വെള്ളമൊന്നും ഇല്ലാതെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. അത്രയും സമയം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
ഇപ്പോൾ ഒരു 4-5 മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ചോറ് വേവിക്കാൻ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ചോറ് നമ്മൾ അരി വറുത്ത് വെച്ചതുകൊണ്ട് തന്നെ ഒന്നിനോട് ഒട്ടാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പകുതി ഭാഗം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രത്തിലുള്ള ചോറ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് വേണം നമ്മൾ ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ ഈ ചോറിൽ ചെമ്മീൻ്റെ ആ ഒരു മണവും ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഓരോന്നുള്ളി ബിരിയാണി മസാലയും അതുപോലെ കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സവാളയും അതുപോലെ കാഷ്യൂ കിസ്മിസ് കൂടി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ വറുത്ത് വെച്ചതിൽ നിന്നും കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കുകയാണ്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചപ്പോൾ തന്നെ നല്ല അടിപൊളി ബിരിയാണി റെഡിയാണ്. നല്ല ആവി പറക്കണ ബിരിയാണി, നല്ല മണമാണ് വരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാവും, പ്രത്യേകിച്ച് ചെമ്മീൻ ബിരിയാണിയൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബിരിയാണിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ 3-4 ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഗസ്റ്റിനൊക്കെ ആകുമ്പോൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു ഭംഗി തന്നെ ആയിരിക്കും. അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ കാഷ്യൂ കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സൈഡായിട്ട് ഞാൻ കുറച്ച് സലാഡും അതുപോലെ തന്നെ മധുരമുള്ള അച്ചാറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.